ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഞാൻ എഴുന്നേറ്റിരുന്ന് ചെയർ മൂവ് ചെയ്യണോ അതോ ഈ ചെയർ ചെറുതായിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണോ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിരുന്നപ്പോൾ എൻ്റെ ചെയർ നമ്മളത് റിവോൾവിങ് ചെയർ ആണല്ലോ, എൻ്റെ ചെയർ തന്നെ പുറകോട്ട് പോയി. അപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റൊക്കെ തീരെ കുറഞ്ഞ ആളായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ചെയർ അങ്ങ് മൂവ് ചെയ്ത് പോയി, എൻ്റെ കൺട്രോളിലായിരുന്നില്ല അത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഞാൻ എഴുന്നേറ്റിരുന്ന് ചെയർ മൂവ് ചെയ്യണോ അതോ ഈ ചെയർ ചെറുതായിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായിപ്പോയി. സെക്കൻഡ് അല്ലേ നമ്മളവിടെ ഇൻ്റർവ്യൂവിന് എത്തുന്നത്. ഞാൻ അവരോട് അപ്പോളജൈസ് ചെയ്ത്, പെട്ടെന്ന് തോന്നിയത് അങ്ങനെയാണ്, അപ്പോളജൈസ് ചെയ്ത് ചെയർ പുറകോട്ട് പോയി ചെയർ വലിച്ചുകൊണ്ടിരുന്ന് അവിടെ ഇരുന്നു. പക്ഷേ അവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ വെരി നൈസ് മൊമെൻറ്റ് ടു സ്റ്റാർട്ട് വിത്ത്. ഞാൻ ആദ്യം എന്താ വിചാരിച്ചത്, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ചെയർ പോലും മര്യാദയ്ക്ക് അറിയാത്ത കുട്ടിയാണോ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നതെന്ന് അവർ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേടിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അതൊരു നല്ല ഓപ്പണിംഗ് ആയി ഇൻ്റർവ്യൂവിന് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മുടെ ആ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഇപ്പം എനിക്ക് അറിയാത്തൊരു കാര്യത്തിൽ അറിയില്ല എന്നുള്ളതാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സാധാരണ നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് നോർമൽ ബിഹേവിയർ ആണെങ്കിൽ അത് പുറത്തു വരുന്നു എന്നുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ചാൻസസിനെ ബാധിക്കില്ല എന്ന് എനിക്ക് വെളിവായൊരു ഇടം കൂടിയായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വെറും കമ്മ്യൂണിക്കേഷൻ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറ്റ് ചില ആസ്പെക്ട്സ് കൂടെ അതിൽ കൊണ്ടുവന്നത്. കാരണം എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷനൊപ്പം തന്നെ ബാലൻസ് ചെയ്ത് പോകേണ്ടത് നമ്മുടെ ഒരു ബിഹേവിയറും കൂടിയാണ് ഇൻ്റർവ്യൂ റൂമിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്.